റെസിപ്പി ആയിട്ട് വന്നിരിക്കണം. കറുമുറ ദോശ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്, അല്ലെങ്കിൽ അടദോശ. ഞാൻ എൻ്റേതായ ഞങ്ങളുടെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ട് ചെയ്ത് നോക്കുക. ഒന്ന് രണ്ടുപേര് ചോദിച്ചിരുന്നു എങ്ങനെ ഇത് ചെയ്യാന്നുള്ളത്. ഈസി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഞാൻ കറുമുറു ദോശ അല്ലെങ്കിൽ അടദോശയുടെ മാവ് അരയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അളവോടുകൂടെ തന്നെ പറയാം കേട്ടോ. ആദ്യം വലിയ ഗ്ലാസ്, ഈ 2 ഗ്ലാസിൻ്റെ അളവിലാണ് എല്ലാം ഞാൻ പറയുന്നത്. 2 ഗ്ലാസ് തഞ്ചാവൂർ പൊന്നേരി എടുക്കുക. പിന്നെ ഈ ചെറിയ ഗ്ലാസ്സാണ് എടുക്കേണ്ട അളവ്. ചെറിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ് ഉഴുന്ന്, കറുത്ത ഉഴുന്ന് ഇത് തന്നെ വേണം കേട്ടോ. അതേപോലെ തന്നെ 1.5 ഈ ചെറിയ ഗ്ലാസ്സിൻ്റെ തോരപ്പരിപ്പ്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചനാദാലും യൂസ് ചെയ്യാം. പിന്നെ കറിവേപ്പില, 2 സ്പൂൺ കുരുമുളക്, ചെറിയുള്ളി എൻ്റെ കയ്യിൽ 2 ഇപ്പോൾ ഉള്ളൂ, പക്ഷെ ഒരു 4-5 ചെറിയുള്ളിയും കൂടെ ചേർത്തിടാം. ഒരു 6 ചുവന്ന മുളക്, ലാസ്റ്റ് 1 സ്പൂൺ ജീരകം, കുറച്ച് കായപ്പൊടി. കാരണം 1 സ്പൂൺ തന്നെ കായപ്പൊടി ലാസ്റ്റ് ഇടാം. ഇതെങ്ങനെ അരയ്ക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ, ആദ്യം ഇത് മാത്രം 2 hours സോക്ക് ചെയ്ത് വെക്കുക. കഴുകി 2 hours സോക്ക് ചെയ്ത് വെക്കുക. ഇത് ജസ്റ്റ് അരയ്ക്കാൻ പോകുന്നതിന് മുന്നേ മാത്രമേ നമ്മളെടുത്ത് ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അരയ്ക്കാൻ പാടുള്ളൂ. അരിയുടെ കൂട്ടത്തിൽ ഈ പരിപ്പും ഉഴുന്നും കൂടെ ചേർത്ത് ആദ്യം അരയ്ക്കുക. ഫുള്ളായിട്ട് ഫൈനായിട്ട് അരയ്ക്കരുത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പേര് കറുമുറു ദോശ എന്ന് തന്നെ വരുന്നത്. അവസാനം ഇടേണ്ട ഐറ്റംസാണ് ഈ കറിവേപ്പില, അതുപോലെ ചെറിയുള്ളി, ചുവന്ന മുളക്, ജീരകം, കുരുമുളക്, കായപ്പൊടിയൊക്കെ അവസാനം ഇടുന്നതാണ്. ആദ്യം അരിയുടെ ഒപ്പം അരയ്ക്കേണ്ടത് നമ്മൾ ഈ ഉഴുന്നും ഈ പരിപ്പുമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. പിന്നെ തലേദിവസം കുതിർത്തി വെച്ചില്ല, അങ്ങനെ ഫെർമെൻ്റ് ആവാൻ വെക്കണം, അങ്ങനെ ഒന്നുമില്ല. ഇത് അരച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ദോശ എടുത്ത് ചുടാവുന്നതാണ്. ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് മാവ്. ഇത് മറ്റുള്ള ദോശമാവിനെ പോലെ ഫെർമെൻ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കപ്പോൾ തന്നെ ദോശ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. താങ്ക് യു.